സയ്യാറ 3 ദിവസം കൊണ്ട് 100 കോടിയിലധികം കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം മോഹിത് സൂരി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൾട്ട് ഫോളോയിങ് അങ്ങനെയാണ്. പുള്ളിയുടെ സ്ലീപ്പർ സെൽസ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് അപാര മ്യൂസിക് സെൻസ് ഉള്ള ഒരു ഡയറക്ടറാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു പടം വരുന്നു. ഈ പടം സയ്യാറ എന്ന് പറയുന്ന പടം YRF യഷ്രാജ് ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മുൻപ് ഉള്ള മോഹിത് സൂരി സിനിമകളെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴയ ഭട്ട് ക്യാമ്പിന്റെ, അതായത് വിശേഷ് ഭട്ട്, മുകേഷ് ഭട്ട്, അവരുടെ ആ ഒരു വിശേഷ് ഫിലിംസിന്റെ ബാനറിൽ വരുന്ന പടങ്ങൾ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വൻ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും കിട്ടില്ല. ഒരുപാട് തിയേറ്ററുകളിലൊന്നും റിലീസാവുന്ന ആ കൈൻഡ് ഓഫ് അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നില്ല ഇവരുടേത്. ഒരു സ്മോൾ സ്കെയിലിൽ ഭട്ട് ക്യാമ്പിന്റെ പടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നോർമൽ ഹോളിവുഡ് പടങ്ങളുടെ ഒരു ലൈനിലായിരുന്നില്ല അവരുടെ. എന്ന് വെച്ചാൽ ഒരു സ്മോൾ ബഡ്ജറ്റിൽ, എന്നാൽ പാട്ടുകൾ ഗംഭീരമായിരിക്കും. പണ്ട് മുതലേ വിശേഷ് ഫിലിംസിന്റെ എല്ലാ പടങ്ങളുടെയും പാട്ടുകൾ ചാർട്ട് ബസ്റ്റേഴ്സ് ആണ്. അപ്പോൾ എന്നാൽ തിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് വെൽ റിസീവിംഗ് ആയിട്ടുള്ള തിയേറ്റേഴ്സ്, ഇപ്പോൾ നമ്മുടെ സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ അവിടുത്തെ മെയിൻ തിയേറ്റേഴ്സ് എല്ലാം കിട്ടുന്ന ആ രീതിയിലുള്ള ഒരു തിയേറ്റർ ചാർട്ടിംഗ് ഒന്നും കിട്ടാറില്ല. പക്ഷേ മോഹിത് സൂരി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അയാൾ ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൾട്ട് ഫോളോയിങ്, അതിൻ്റെ കൂടെ YRFന്റെ കൂടെയുള്ളൊരു നല്ലൊരു വൈഡ് റിലീസും കൂടി ആയപ്പോൾ ഉണ്ടല്ലോ, ഈ സയ്യാറ എന്ന് പറയുന്ന പടം ഇത് ഡിസർവ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നു, ആ ഒരു ബോക്സ് ഓഫീസ് ഫിഗർ കിട്ടുന്നു. മോഹിത് സൂരി എന്ന ഡയറക്ടറിനെ സംബന്ധിച്ച് അയാളുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ ഇത്രയധികം വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഇത്രയധികം കളക്ട് ചെയ്ത് ആ രീതിയിൽ വരുന്നത്. ഇതിനു മുമ്പ് സിനിമകൾ ആവറേജ് ആണെങ്കിലും സൂപ്പർ ഹിറ്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു വലിയ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ, ഒരു ബോക്സ് ഓഫീസ് നമ്പർ മോഹിത് സൂരിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും. വെൽ ഡിസർവിംഗ് ആണ്. കാരണം പുള്ളി ഇത്ര കാലമായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആ ഒരു കൾട്ട് ഫോളോയിങ് എന്ന് പറയുന്നത് അത് അങ്ങനെയാണ്. കാരണം പുള്ളിയുടെ ആദ്യത്തെ പടം സെഹർ ആണ്. സെഹർ റിലീസാവുന്നത് 2005 2005 എന്ന് പറയുമ്പോൾ ഞാൻ ഗ്രേഡിങ്ങിൻ്റെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. ആദ്യത്തെ സ്റ്റേറ്റ് സിലബസിൽ ആദ്യത്തെ ഗ്രേഡിങ് ഞാൻ പഠിച്ച സമയത്തായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് +1 പോകുന്ന ആ ഒരു കാത്തിരിക്കുന്ന ഒരു സമയം. ആ ടൈമിൽ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഈ സെഹർ എന്ന് പറയുന്ന പടം റിലീസായെന്ന് തോന്നുന്നത്. കാരണം ഞാൻ +1 ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് ഭയങ്കര ഹിറ്റാണ്. ആതിഫ് അസ്ലം വന്ന് ഭയങ്കര MTV, വി ചാനൽ, സൂം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചാനൽസ് ഒക്കെയാണ്. അപ്പോൾ ഈ ആതിഫ് അസ്ലമാണ് ആ ടൈമിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞേക്കുന്നത്, വോലമേ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ആ സമയത്താണ് എൻ്റെ +1 ആ സമയം. അപ്പോൾ +1 ഞാൻ ടൂറിസമാണ് സെലക്ട് ചെയ്തത്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്. +1 എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പറ്റിയ അതേ വൈബിലുള്ള കുറേ പേരായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഒരുപാട് ഹിന്ദി സിനിമകളും ഹിന്ദി പാട്ടുകളും ഒക്കെ ഫോളോ ചെയ്യുന്ന, അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പം ഞങ്ങൾ സ്ഥിരം സംസാരിക്കുന്നത്, സ്ഥിരം ഈ പാട്ടുകളെ കുറിച്ച് പറയുന്നത്. അപ്പം അന്ന് വൈകിട്ട് മറ്റേ മിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റേ ആൽബം സോങ്സിൻ്റെ ആ പരിപാടിയും കൂടിയുള്ള കാലഘട്ടം കൂടിയാണ്. പക്ഷെ അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദി പാട്ടുകൾക്കായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും ഒരു മുൻഗണന എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യുഗ് എന്ന് പറഞ്ഞ പടം റിലീസായി. അപ്പോൾ കല്യുഗ് ഞങ്ങളെല്ലാവരും കൂടി തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ശ്രീധറിലാണ് അന്ന്, എറണാകുളത്തുള്ള ശ്രീധറിലാണ് അന്ന് ഹിന്ദി സിനിമകളൊക്കെ എല്ലാം വരുന്നത്. അപ്പോൾ ഈ സെഹർ ആണെങ്കിലും കല്യുഗ് ആണെങ്കിലും നിങ്ങൾ ഈ സിനിമ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സമയത്ത് ഇറങ്ങുന്ന ഷാറൂഖ് ഖാൻ്റെയോ ബാക്കിയുള്ള ഇതുപോലെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു നോർമൽ കൈൻഡ് ഓഫ് ഫിലിം അല്ല. ഇത് വളരെ ഡാർക്കായിട്ടുള്ള, എല്ലാവരും എടുത്ത് പറയുന്ന സബ്ജക്റ്റ് ഒന്നും അല്ല. ഇപ്പോൾ സെഹറിൻ്റെ കേസിലാണെങ്കിലും കല്യുഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോർണോഗ്രാഫിക് ഇൻഡസ്ട്രീനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന അങ്ങനത്തെ ഒരു പടം. ഓഫ് കോഴ്സ് ഇതെല്ലാം വേറെ ബാക്കിയുള്ള വിദേശ സിനിമകളുടെയൊക്കെ കോപ്പി അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ അങ്ങനെയൊക്കെ പറയാമെങ്കിലും ആ സമയത്ത് ഈ ഒരു കൈൻഡ് ഓഫ് സബ്ജക്റ്റ് എടുക്കുക, അത് സിനിമയാക്കുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നല്ല പാട്ടുകൾ, കല്യുഗിലെ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയണ്ടല്ലോ എത്രത്തോളം സെഹറും കല്യുഗിലെ പാട്ടുകൾ ഹിറ്റായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഫോളോയിങ് ആയിരുന്നു. ഈ മോഹിത് സൂരി എന്ന് പറയുന്ന ഒരു പേര് ഈ 2 സിനിമകൾ കൊണ്ട് തന്നെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളേറെ അന്ന് ഈ ഇമ്രാൻ ഹഷ്മി എന്ന് പറയുന്ന ആ ഒരു ആക്ടറിനോടുള്ളൊരു ഇഷ്ടമായിരുന്നു. കാരണം ഇമ്രാൻ ഹഷ്മി എന്ന് പറയുന്നത് മോഹിത് സൂരിയുടെ കസിനാണ്, അറിയാലോ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷനിൽ, കാരണം മോഹിത് സൂരി സിനിമയിൽ വരുന്നതിന് മുമ്പ് ഫുട്പാത്ത് ആയിരുന്നു ഇമ്രാൻ്റെ ആദ്യത്തെ പടം. ആ ഫുട്പാത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു സൂരി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് സെഹറിലേക്ക് വരുന്നത്. സെഹറിലെ പാട്ട് ഗംഭീര പാട്ടുകളായിരുന്നു. കല്യുഗ് വന്നു. കല്യുഗിൽ വരുമ്പോൾ മോഹിത് സൂരിയുടെ സിസ്റ്ററാണ് ആ പടത്തിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, സ്മൈലി സൂരി. അപ്പോൾ ഇമ്രാനകത്ത് ഒരു ഗസ്റ്റ് റോള് പോലെയാണ് എന്ന്, അടിപൊളി റോളാണ്. അതിനകത്തുള്ള പാട്ടിൻ്റെ റീമിക്സ് ഒക്കെ ഇമ്രാനാണ്. ഇമ്രാൻ ഹോങ്കോങ്ങിൻ്റെയോ അല്ലെങ്കിൽ തായ്ലൻഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിന്ന് ഇങ്ങനെ പാട്ട് പാടുന്ന പോലെയുള്ള അതൊരു പ്രത്യേക നൊസ്റ്റാൾജിയാണ്. അപ്പോൾ അന്ന് തൊട്ട് ഈ മോഹിത് സൂരി എന്ന് പറയുന്ന ആ ഒരു കാര്യം അതെപ്പോഴും നോട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ 3ാമത്തെ പടമായിട്ട് റിലീസ് ചെയ്തത് വോലംഹെ ആയിരുന്നു. അപ്പോൾ ഈ വോലംഹെ എന്ന് പറയുന്ന പടം ആക്ച്വലി മഹേഷ് ഭട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അറിയുമെന്ന് അറിയില്ല, ആലിയ ഭട്ടിൻ്റെ ഫാദറാണ് മഹേഷ് ഭട്ട്. പക്ഷെ പുള്ളി ഒരു ഭയങ്കര കിഡിലൻ ഡയറക്ടറാണ്. മഹേഷ് ഭട്ടിനെ അറിയുമെന്ന് ചോദിക്കുന്ന ഒരു അപരാധമാണ്, എനിക്കറിയാം. മഹേഷ് ഭട്ടിൻ്റെയും പർവീൻ ബാബിയും തമ്മിലൊരു അഫയറിന് റിലേറ്റഡ് ആയി വന്ന പടമാണ് വോലംഹെ.
മഹേഷ് ഭട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറെ പറയാനോട്ടെ. പുള്ളി ഒരു കിഡിലൻ മെമ്പറാണ്. പുള്ളിയുടെ ഒരു പ്രണയകഥ, പുള്ളിയുടെ ആദ്യത്തെ വൈഫിൻ്റെ ആയിട്ടുള്ള ഒരു പ്രണയകഥയെ ആസ്പദമാക്കിയിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു ഇത് ആഷിക്കി. ആഷിക്കി അങ്ങനത്തെ ഒരു പടമായിരുന്നു. ഈ വോലംഹെ എന്ന് പറയുന്നത് പുള്ളി കല്യാണം കഴിഞ്ഞ് പുള്ളി പർവീൻ ബാബിയായിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, പുള്ളി കല്യാണത്തിന് ശേഷം ഉണ്ടായിരുന്ന റിലേഷനാണ്. അതാണ് പുള്ളി വോലംഹെ സിനിമയൊക്കെ അത് ഡയറക്റ്റ് ചെയ്തത് മോഹിത് സൂരി ആയിരുന്നു. പിന്നീട് പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മദറിന്റെ, പുള്ളിയുടെ പാരൻസിന്റെ ആ ഒരു റിലേഷൻ ആസ്പദമാക്കിയിട്ട് വന്ന പടമായിരുന്നു ഹമാരി അധൂരി കഹാനി. അതായിരുന്നു ഈ ഇമ്രാൻ ഹഷ്മി മോഹിത് സൂരി ആ ഒരു കോമ്പിനേഷനിൽ വന്ന പടം. വോലംഹെ എന്ന് പറയുന്ന പടം ഷൈനി അഹൂജ, കങ്കണ, നല്ല നല്ല കിഡിലം പാട്ടുകളൊക്കെ ഉണ്ട് അവിടെ. ഈ മോഹിത് സൂരി എന്ന് പറയുന്ന ഈ ഡയറക്ടറിന്റെ ഫിൽമോഗ്രഫി നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു പടം തിരഞ്ഞെടുക്കുമ്പോൾ ഒരൊറ്റ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് പുള്ളി ആകെ രണ്ട് തവണയെ ഒന്ന് നോക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു പാട്ടുകൾ, ചിലപ്പോൾ നല്ല കിടിലം ബാൻഡുകളുണ്ടാവും, സോച്ച് എന്നൊക്കെ പറയുന്ന ബാൻഡുകളുടെ പാട്ടുകൾ, പിന്നെ കുറച്ച് പാകിസ്ഥാനി ആ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ഒക്കെ പുള്ളി അഡാപ്റ്റ് ചെയ്ത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഒരു സിനിമയിൽ തന്നെ ഒന്നിലധികം മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് പുള്ളിയുടെ പടങ്ങളിലെ പാട്ടുകൾ ഇത്ര കിഡിലനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വോലംഹയും അതുപോലുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഈ വോലംഹയിൽ ഇമ്രാൻ ഹാഷ്മി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ പോയി കാണണം അങ്ങനെയുള്ളൊരു മൈൻഡെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ കുറേ ക്ലാസ് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട പടമൊക്കെയായിരുന്നു ഈ വോലംഹെ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും ഞങ്ങളുടെ +2 ഒക്കെ കഴിഞ്ഞു, ഡിഗ്രി ആ ടൈമൊക്കെ ആയിരുന്നു. അന്നേരമാണ് ആവാറപ്പൻ റിലീസായത്. ആവാറപ്പൻ ശ്രീധറിൽ കണ്ടിറങ്ങിയപ്പോൾ ആ കിട്ടിയ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഒരു പാട്ടുകൾ അതിന് മുമ്പേ ഇറങ്ങി ഹിറ്റായി. പക്ഷെ ആ പടം സ്റ്റിൽ ക്ലോസ് ടു മൈ ഹാർട്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ ടോപ്പ് 3 പടങ്ങൾ പറയാൻ പറഞ്ഞത് ഞാൻ ആദ്യം ആവാറപ്പൻ പറയും, അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള 2 പടം ഏതാണെന്ന് ഞാൻ ആലോചിക്കുകയുള്ളൂ. അപ്പോൾ അത്രക്ക് ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയുന്ന ഒരു പടമാണ് ആവാറപ്പൻ. അപ്പോൾ ആവാറപ്പൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രീതമാണ് ആ പടത്തിലെ എല്ലാ പാട്ടും ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു പ്ലാജറിസം കാര്യങ്ങളൊക്കെ ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലൊരു പാട്ട് കിട്ടുന്നു, നമ്മളത് എൻജോയ് ചെയ്യുന്നു, അതിലാണ് കാര്യം. അപ്പോൾ ആവാറപ്പൻ എനിക്ക് ലൈഫിൽ എന്താ പറയുക മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അതിലെ പാട്ടുകളാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും. ആവാറപ്പൻ 2 റിലീസാകാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മോഹിത് സൂരി അല്ല അതിൻ്റെ ഡയറക്ടർ. അതൊരു ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞാണ് റാസ് 2 ദ മിസ്റ്ററി കണ്ടിന്യൂസ് എന്ന് പറയുന്ന പടം റിലീസാവുന്നത്. അതൊരു ഹൊറർ ഫിലിം ആയതുകൊണ്ടും നല്ല കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതുകൊണ്ടും ശ്രീധറിലും അതിൻ്റെ കൂടെ സവിതയിലും റിലീസായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടത് സവിതയിലാണ്. അപ്പോൾ സവിതയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം ഇമ്രാൻ ഹാഷ്മി എന്ന് പറയുന്ന ഒരു സ്റ്റാർ വാസ് ബോൺ എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു. പുള്ളിയുടെ ഇൻട്രോ ഭയങ്കര കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ലെവലിലേക്ക് അന്ന് ഇമ്രാൻ എത്തി. കാരണം ബാക്കി നമുക്കൊരു യൂത്തിൻ്റെ ഇടയിൽ പിള്ളേർ സെറ്റുകളൊക്കെ കുറേ ഫാൻസ് ഉണ്ടെങ്കിലും പിന്നീട് ഒരു വലിയ മേജർ ഓഡിയൻസിൻ്റെ ഇമ്രാൻ ഭയങ്കര സ്റ്റാറായി. ഈ റാസില മാഹി എന്ന് പറയുന്ന പാട്ടും, റാസില ഇമ്രാൻ്റെ ലുക്കൊക്കെ ഒരു പ്രത്യേക ലുക്കാണ്. ഒരു ഹൊറർ ഫിലിമാണ്, ഒരു ക്ലാസ് ഹൊറർ ഫിലിമായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകപ്പെടുന്നില്ല. ഇപ്പോഴും നമ്മൾ ആ ഹൊറർ ഫിലിം കാണുമ്പോൾ അതൊരു മോശം സിനിമയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ചില പഴയ ഹൊറർ ഫിലിം ഇപ്പൊ കാണുമ്പോൾ അയ്യേ എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പടത്തിന് അതില്ല. പിന്നെ റാസിന് ശേഷം റിലീസായിട്ടുള്ള സിനിമയാണ് ക്രൂക്ക് എന്ന് പറയുന്ന പടം ഈ പ്രീതത്തിന്റെ കൊളാബറേഷനിൽ വന്ന മോഹിത് സൂരി, ഇമ്രാൻ ഹാഷ്മി ആ ഒരു കൊളാബറേഷനിൽ വന്നൊരു പടമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ പടത്തിലെ പാട്ടുകൾ ഓക്കെ ആണെന്നുണ്ടെങ്കിലും പടം അത്ര ക്ലിക്കായില്ല. ഇപ്പോഴും മോഹിത് സൂരിയുടെ പടങ്ങൾ പറയുമ്പോൾ ക്രൂക്ക് എന്ന് പറയുന്ന പടം ആരും പറയാറില്ല, ആരും ശ്രദ്ധിക്കാണ്ട് പോയിട്ടുള്ള ഒരു സിനിമയാണ് ഈ ക്രൂക്ക് എന്ന് പറയുന്നത്. ഈ ക്രൂക്ക് എന്ന് പറയുന്ന പടത്തിന് ശേഷമാണ് പിന്നെ മർഡർ 2 വരുന്നത്. മർഡർ 2 ചേസറിന്റെ റീമേക്കാണ്, അറിയാലോ. അപ്പോൾ ഈ കൊറിയൻ പടങ്ങളൊന്നും അന്ന് ഞാനിങ്ങനെ ഓക്കെ സേയസ് എന്നൊക്കെ പറഞ്ഞുള്ള വളരെ കുറച്ച് പടങ്ങളൊക്കെ കണ്ടെന്നല്ലാതെ ഈ ചേസറൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചേസറിൽ പ്രശാന്ത് നാരായണന്റെ പെർഫോമൻസും പിന്നെ ഈ മർഡർ 2-ലാണ് ഏഹുദ എന്ന് പറയുന്നൊരു പാട്ടുള്ളത്. അപ്പോൾ ഏഹുദ എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു, എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കിഡിലൻ സൗണ്ട് ട്രാക്ക് ആയിട്ടാണ് ഈ മർഡർ 2 റിലീസാവുന്നത്. പിന്നെ അതൊരു സർട്ടിഫിക്കറ്റ് ഫിലിം ആയിരുന്നു, ഒരു കംപ്ലീറ്റ്ലി സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു. അപ്പോൾ മർഡർ 2-ന്റെ ജോണറും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതും ഈ മോഹിത് സൂരി എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഒരു കിഡിലൻ വർക്കായിട്ടാണ് മർഡർ 2. അതൊരു ഓഫ് കോഴ്സ് ഇറ്റ്സ് എ റീമേക്ക് കൈൻഡ് ഓഫ് പടമാണ്. പക്ഷെ എന്നാൽ പോലും അത് ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന രീതിയിൽ ഇമ്രാൻ ആണെങ്കിലും ആ പടത്തിൽ നല്ല സ്റ്റൈലിഷ് ആണ്. ജാക്വലിൻ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരുടെ ആദ്യകാലത്ത് അതാണ്, അത്രയും ഗ്ലാമറസ് ആയിട്ടൊന്നും പിന്നെ ജാക്വലിൻ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പടമായിരുന്നു മർഡർ 2. അതിൻ്റെ സൗണ്ട് ട്രാക്ക് എടുത്തു പറയേണ്ട സൗണ്ട് ട്രാക്കാണ്, കിഡിലമായിരുന്നു. അപ്പോൾ ഈ മോഹിത് സൂരി പതുക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്ലീപ്പർ സെൽസ് ഉണ്ട്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള പടങ്ങളാണ് പുള്ളിയുടെ വരുന്നത്. പിന്നെ 2013 ആഷിക്കി 2 വരുന്നത്. ആഷിക്കി 2 പുള്ളിയുടെ കരിയറിലെ ബോക്സ് ഓഫീസ് ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ്, ഏറ്റവും വലിയ ഹിറ്റാണ് ഇതുവരെ. സയ്യാർ അത് ബ്രേക്ക് ചെയ്യും ഓഫ് കോഴ്സ്. പക്ഷേ പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് എത്രത്തോളം ഹിറ്റായിരുന്നു എന്നുള്ളതും ആ പാട്ടുകൾ ഇപ്പോഴും സ്റ്റിൽ എവർഗ്രീൻ ആയിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സിനിമയിലൂടെ ആദിത്യ റോയ് കപൂർ ആ, ചെറിയ ചെറിയ മെയിൻ ലീഡാണെങ്കിൽ മെയിൻ ലീഡായിട്ട്, അതായത് ആദ്യമായിട്ട് നായകനായിട്ട് പുള്ളി വന്ന സിനിമയാണ്. അതിനു മുമ്പുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു മെയിൻ നായകനായിട്ടൊരു പടം വരുന്നു, അത് ഒരു മ്യൂസിക്കൽ സെൻസേഷൻ ആവുന്നു. ആഷിഖ് 2 ഇപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മൊത്തം ട്രാക്കും ഇപ്പോഴും സ്റ്റിൽ കേൾക്കാൻ വളരെ സൂത്തിങ് ആയിട്ടുള്ള, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ട്രാക്കുകളാണ്. പിന്നെ അതിൻ്റെ അടുത്ത വർഷം ഏക്വില്ലൻ വരുന്നു. ഏക്വില്ലൻ എന്ന് പറയുന്ന ഐ സോ ദ ഡെവിൾ വീണ്ടും ഒരു കൊറിയൻ പടത്തിന്റെ അഡാപ്റ്റേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നുണ്ട്. അത് വീണ്ടും പുള്ളി ആ ഒരു നമ്മുടെ നാട്ടിൻ്റെ ആ ഒരു കൾച്ചറിലോട്ടൊക്കെ മാറ്റി അഡാപ്റ്റ് ചെയ്തു. അതിനകത്ത് ആ സമയത്ത് ഏക്വില്ലനൊക്കെ ഇറങ്ങിയ സമയത്ത് വളരെ ചീസി ആയി പോകുന്നു എന്നുള്ളൊരു പരാതി എനിക്ക് ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏക്വില്ലൻ എനിക്ക് പേഴ്സണലി അത്ര എനിക്ക് ഇഷ്ടമല്ല. പാട്ട് ഗംഭീരമാണ്, പാട്ടുകൾ എല്ലായ്പ്പോഴും പോലെ പാട്ടുകൾ അടിപൊളിയാണ്. പക്ഷേ അതിനകത്ത് ശ്രേയയുടെ ക്യാരക്ടർ ഓവറായിട്ട് അങ്ങ് വലിച്ചു വളരെ കുറെ ക്യൂട്ട്നെസ് കാണിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ശ്രദ്ധയുടെ പടമാണെങ്കിൽ ആ ഗലിയാൻ, പിന്നെ ശ്രദ്ധ തന്നെ അതിനകത്ത് പാടിയിട്ടുണ്ട്, ഗലിയ എന്ന് പറയുന്ന ഒരു വേർഷൻ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നല്ലൊരു റിസപ്ഷൻ കിട്ടിയൊരു പടമായിരുന്നു ഏക്വില്ലൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ബോക്സ് ഓഫീസിൽ ഭയങ്കര വലിയ ഹിറ്റോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ആ പടത്തിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ഞാൻ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ സോ ദ ഡെവിൾ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഏക്വില്ലൻ കാണുന്നത്. അപ്പം അതിനു മുമ്പ് മോഹിത് സൂര്യയുടെ പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒറിജിനൽ വേർഷൻ വരുന്നില്ല. അപ്പോൾ ഞാൻ അതുപോലെ കുറച്ചുകൂടി വളരെ ഡാർക്ക് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു പടമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ മ്യൂസിക് സെൻസ് ഓക്കെ ആയിരുന്നു. പക്ഷേ ഏക്വില്ലൻ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമുള്ള പടമല്ല. സ്റ്റിൽ ഞാൻ ഇപ്പോഴും ആ പടം അന്ന് കണ്ടതാണ്. അന്ന് PVR ഒക്കെ അന്നോട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ PVRൽ ഞാൻ കണ്ട പടമായിരുന്നു ഏക്വില്ലൻ. പിന്നെ ഇറങ്ങിയ പടമാണ് ഹമാരി അധൂരി കഹാനി. ഹമാരി അധൂരി കഹാനി മഹേഷ് ഭട്ടിന്റെ പാരൻസിന്റെ അവരുടെ ഒരു ലവ് സ്റ്റോറി. പുള്ളിക്ക് ഒരു സ്റ്റെപ്പ് മദറും ഉണ്ട്. അപ്പോൾ ആ ഒരു ലവ് സ്റ്റോറിയാണ് ഹമാരി അധൂരി കഹാനി വന്നത്. സൂപ്പർ ലവ് സ്റ്റോറിയാണ്. വളരെ മെച്യൂർഡ് പെർഫോമൻസ് ആണ് ഇമ്രാന്റെ. വിദ്യാബാലൻ അറിയാലോ, ഇമ്രാനും വിദ്യാബാലനും കൂടി കിഡിലം പെർഫോമൻസ്, കിഡിലം പാട്ടുകൾ. അതിനകത്ത് ഹസി എന്ന് പറഞ്ഞ പാട്ട് ഈ ശ്രേയ ഘോഷാലിന്റെ വേർഷൻ ആണെങ്കിലും ഒറിജിനൽ വേർഷൻ ആണെങ്കിലും ഒക്കെ എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് അറിയും. ഇറ്റ്സ് എ മാജിക്കൽ മ്യൂസിക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സൂപ്പർ മ്യൂസിക്കൽ സെൻസ് ഉള്ള ഒരു ഡയറക്ടറൊക്കെയാണ് അങ്ങനെയുള്ള പാട്ടുകൾ കളക്ട് ചെയ്ത്. അതും ഒരു മ്യൂസിക് ഡയറക്ടറൊന്നും അല്ല ആ പടത്തിനുള്ളത്, അതുപോലെ 2-3 മ്യൂസിക് ഡയറക്ടറാണ്. ക്രൂക്ക്, എക്വില്ലൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത, പുള്ളി അത്ര വലിയ എനിക്ക് താല്പര്യമില്ലാത്തതെന്ന് പറഞ്ഞു ഒട്ടും താല്പര്യമില്ലാത്തൊരു വളരെ മോശം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്ന ഒരു പടമാണ് ഹാഫ് ഗേൾ ഫ്രണ്ട്. ബാലിഷ് എന്ന് പറയുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ആ പടത്തിന്റെ ക്യാമറ ആംഗിൾസ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഈ ശ്രദ്ധേനെ എത്രത്തോളം വൾഗറായിട്ട് കാണിക്കുന്ന ക്യാമറ ആംഗിൾസ്, പടത്തിലെ പെർഫോമൻസ് ആണെങ്കിലും ശ്രദ്ധയുടെ ആണെങ്കിലും അർജുൻ കപൂറിന്റെ ആണെങ്കിലും തീരെ വർക്കായിട്ടുള്ള. എനിക്ക് ആക്ച്വലി ആ പടം മോഹിത് സൂര്യ തന്നെ ഡയറക്ട് ചെയ്തതാണോ എന്നുള്ള രീതിയിൽ, കാരണം വളരെ മോശം ക്യാമറ ആംഗിൾസ് അങ്ങനെയൊക്കെ ഒരിക്കലും മോഹിത് സൂര്യ ഡയറക്ട് ചെയ്യില്ല, അതെന്റെ വിശ്വാസം അങ്ങനെയാണ്. ആ പടം വേറെ ആരോ ഗോസ്റ്റ് ഡയറക്ട് ചെയ്താണ് ഞാൻ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നത്. കാരണം മോഹിത് സൂരി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ അടുത്ത് അത്രയും മോശമായിട്ടുള്ള ഇങ്ങനെ ഒരു പടം ഒന്നും വരുന്നു. പക്ഷേ പാട്ട് ചിലപ്പോൾ പുള്ളിയുടെ മേൽനോട്ടത്തിലായിരിക്കാം ആ പടത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അത് വേറെ ആരോ ഗോസ്റ്റ് ഡയറക്ട് ചെയ്തതാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല അത് മോഹിത് സൂരിയുടെ പടമാണെന്ന്. പക്ഷേ ആ കുറവുകളൊക്കെ പുള്ളി തീർത്ത് കഴിഞ്ഞത് മലങ്ക് ഇറങ്ങിയപ്പോഴാണ്. മലങ്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ള പടമാണ്. അതിനൊരു മിക്സഡ് റെസ്പോൺസ് ഒക്കെ തന്നെയാണ്. ആ പടം ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു നായകനും നായികയും പിന്നെ കിഡിലൻ പാട്ടുകളും ഒരു സില്ലി റിവെഞ്ച് സ്റ്റോറിയൊക്കെ തന്നെയാണ് ആ പടത്തിലുള്ളത്. പക്ഷെ അത് രസമാണ്, അതിൻ്റെ ഒരു നോൺ ലീനിയർ കട്ട്സ്, പിന്നെ അതിലെ പാട്ട് വരുന്നത്. ഈ പടത്തിൽ ആദിത്യ റോയ് കപൂറിനെയും ദിഷ പഠാനിനെയൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് പുള്ളി ആ സിനിമയിൽ ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ആ പാട്ടുകളൊക്കെ ആണെങ്കിൽ ലൈഫിലുള്ള നമ്മുടെ എല്ലാ ബക്കറ്റ് ലിസ്റ്റുള്ള എല്ലാ സംഗതികളൊക്കെ ഒറ്റപ്പാട്ടിൽ തീർക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു കിടിലൻ സംഗതിയാണ് ആ പടത്തിലെ എല്ലാ പാട്ടും. അതിന്റെ പാട്ടാണെങ്കിലും റീമിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മലങ്ക് ഒരു കിടിലൻ അനുഭവമായിരുന്നു. മലങ്കിന് ശേഷം പുള്ളി ഏക്വില്ലൻ റിട്ടേൺസ് എന്ന് പറയുന്ന പടം, സ്വാഭാവികമായിട്ടും ഏക്വില്ലൻ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത പടമായതുകൊണ്ടും അത്ര സംഭവം ഒന്നും എനിക്ക് തോന്നാത്തതുകൊണ്ടും ഈ പടത്തിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത ഹാഫ് ഗേൾ ഫ്രണ്ടിലെ ഹീറോ ആയിട്ടുള്ള അർജുൻ കപൂറാണ് ഈ പടത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ജോൺ എബ്രഹാമും ഉണ്ട്. അപ്പോൾ ഈ പടത്തിന് എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു ഈ പടം. ഞാൻ ഒബ്രോണിലാണ് കണ്ടത്, ഒബ്രോൺ മോളിലുള്ള ഇപ്പോഴത്തെ PVR. അന്നും PVR തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ പടം നല്ല മോഹിത് സൂര്യയുടെ കരിയറിലെ ഏറ്റവും മോശം പടമായിട്ട് ഞാൻ കരുതുന്നത് ഏക്വില്ലൻ റിട്ടേൺസ് ആണ്. 2ാം സ്ഥാനം ഉറപ്പായിട്ടും ഹാഫ് ഗേൾ ഫ്രണ്ടിനാണ്. പിന്നെ ക്രൂക്ക് ഒരു മോശം പടമായിട്ട് അങ്ങനെ തീർത്തും മോശം എന്നുള്ള രീതിയിലല്ല, എന്നാൽ പോലും പുള്ളിയുടെ ബാക്കിയുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ക്രൂക്ക് തീരെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ ഡിസപ്പോയിൻമെന്റിന് ശേഷം വരുന്ന പടമായതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഈ സയ്യാറ എന്ന് പറയുന്ന പടത്തിന്റെ മാർക്കറ്റിംഗ് YRFന് കിട്ടിയതുകൊണ്ടായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യം തന്നെ പാട്ടുകളെല്ലാം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒറിജിനൽ സോങ്സ് ഇന്നും റെലവൻ്റ് ആണ് എന്ന് തെളിയിക്കുന്നതാണ് സയ്യാറയുടെ ആ ഒരു മ്യൂസിക്, ആ ഒരു ജുക്ക് ബോക്സ്.
ആ പാട്ടുകൾ ഹിറ്റായതോടുകൂടി ഈ പടത്തിനെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻസ് നിങ്ങൾക്കറിയോ, ഈ വർഷം ബോളിവുഡിലെ ടോപ്പ് ഓപ്പണിങ്സിലൊന്നാണ് സയ്യാറ എന്ന് പറയുന്നത്, നിസ്സാര കാര്യമല്ല. അപ്പോൾ ഈ സയ്യാറയുടെ കേസ് വന്നപ്പോൾ YRF അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, നല്ലൊരു ഹ്യൂജ് ഓപ്പണിംഗ് വേണ്ടിയിട്ട് കാര്യമില്ല. പടത്തിന്റെ ഈ ന്യൂ കമേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ പെർഫോമൻസ് നല്ലതായിരിക്കണം. പിന്നെ പടത്തിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൗത്ത് പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒക്കെ കിട്ടണം. പക്ഷെ സർപ്രൈസിംഗ്ലി ഇവരുടെ ഈ രണ്ടു പേരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവരുടെ പെർഫോമൻസ്. പിന്നെ പാട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പാട്ട് ഇപ്പോൾ ഫഹീം അബ്ദുള്ള ഇനി മുതൽ മോഹിച്ചരുടെ പടത്തിൽ തന്നെ അത് അങ്കിത് തിവാരി ആ ഒരു കൂട്ടുകെട്ടല്ല, മിഥുൻ ആ ഒരു കൂട്ടുകെട്ട് പോലെ ഫഹീം അബ്ദുള്ള ആയിട്ടുള്ള ഒരു കൊളാബറേഷനിൽ ഇനിയും വരണം കിടിലം പാട്ടുകളൊക്കെ ഇനിയും വരണം. അപ്പൊ അങ്ങനെ സയ്യാറ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മോഹിത് സൂരി വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് നമ്പറാണ് പുള്ളിക്ക് ഇപ്പോൾ കിട്ടുന്നത്. ആഷിക്കി 2-ന് ശേഷം എനിക്കൊരു വലിയ ബോക്സ് ഓഫീസ് നമ്പർ കിട്ടാൻ പോകുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതുപോലുള്ള വലിയ ബോക്സ് ഓഫീസ് നമ്പറോട് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇനി ഇതുപോലെ കിഡിലൻ പാട്ടുകളുള്ള ഇതുപോലുള്ള പടങ്ങളിന് മോഹിത് സൂരിയുടെ പടങ്ങൾ എല്ലാ വർഷവും ഓരോ വർഷം ഒരു പടം എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്നതാണ് മുമ്പ്. പിന്നീട് ഇപ്പോൾ ഈ എക്വിലൻ റിട്ടേൺസിന്റെ ഒക്കെ ഒരു ദയനീയ പരാജയം കാരണം ഇത്രയും സമയം എടുത്തു തോന്നുന്നു. അതൊന്നും ഇല്ലാതെ പുള്ളിയുടെ ചെറിയ ബഡ്ജറ്റ് മതി പുള്ളിക്ക് പടം കൊടുക്കാൻ. വലിയ ബഡ്ജറ്റിൽ അങ്ങനെ തീർക്കുന്ന സംഭവങ്ങളൊന്നും പുള്ളിക്കില്ല. അപ്പോൾ ഒരു വർഷം ഒരു മോഹിത് സൂരി പടം വെച്ചിട്ട് വരികയാണെങ്കിൽ തന്നെ ഹാപ്പിയാണ്. പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ലേ. ഈ സക്സസ് വലുതാകുമ്പോൾ കുറേ ആളുകൾ വളരെയധികം സെലക്റ്റീവ് ആവും. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. എന്നാലും കുഴപ്പമില്ല, മോഹിത് സൂരിയുടെ പടം എപ്പോഴാണോ വരുന്നത് അപ്പോൾ പോയി കാണണം. അത് മോഹിത് സൂരി ഫാൻ എന്നുള്ള നിലയിൽ ഐ എം സോ ഹാപ്പി. കാരണം സയ്യാറ ആ പടം വലിയ 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 ഒരു വിജയമാണ്. അത് മോഹിത് സൂരി എന്ന് പറയുന്ന ഡയറക്ടർക്ക് ഒരുപാട് സിനിമകൾ വന്നു. പുള്ളി ഒരുപാട് കിഡിലും പാട്ടുകൾ നമുക്ക് തരും. മോഹിത് സൂരിയുടെ പാട്ടുകൾ അത് എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു കൺസെപ്റ്റാണ് എനിക്ക്. ഇല്ല, സീരിയസ്ലി മതിയാവില്ല, എത്ര കേട്ടാലും മതിയാവില്ല. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല. ഓക്കെ.